ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അശ്വിനി നമ്പ്യാരുടെ വെളിപ്പെടുത്തൽ ചർച്ചയാകുന്നു. മലയാളത്തിലെ അറിയപ്പെടുന്ന സംവിധായകൻ മുറിയിലേക്ക് വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്നാണ് അശ്വിനിയുടെ ആരോപണം. മണിച്ചിത്രത്താഴ്, ധ്രുവം അടക്കമുള്ള ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് രുദ്ര എന്ന അശ്വിനി നമ്പ്യാർ. ഇന്ത്യ ഗ്ലിറ്റ്സ് തമിഴിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഇത്രയും വർഷമായി ഈ വിഷയത്തെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷമാണ് ഇതേക്കുറിച്ച് ഒരു TV ഷോയിൽ ആദ്യമായി സംസാരിച്ചത്. അത് കാസ്റ്റിംഗ് കൗച്ച് ആണെന്ന് പറയാനാകില്ല. അത്തരമൊരു സാഹചര്യത്തിൽ താൻ പെട്ടുപോയി എന്നേ പറയാനൊക്കൂ. ആളുടെ പേര് താൻ പറയുന്നില്ല, മറന്ന് മാപ്പ് കൊടുക്കാം, അശ്വിനി പറയുന്നു. അയാൾ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ്. എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് തന്നോട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അക്കാലത്ത് താൻ എവിടെ പോയാലും അമ്മ കൂടെ ഉണ്ടാകുമായിരുന്നു. അമ്മ ഒരു ഉരുക്കു വനിതയായിരുന്നു. അന്നത്തെ ആ ദിവസം അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. തന്നോട് ഹെയർ ഡ്രസ്സറായ സ്ത്രീക്കൊപ്പം പോയി വരാൻ പറഞ്ഞു. ആ സംവിധായകൻ്റെ ഓഫീസും വീട്ടിൽ തന്നെ ആയിരുന്നു. താഴെ ഓഫീസും മുകളിൽ വീടുമായിരുന്നു. ഞങ്ങൾ ഓഫീസിൽ അദ്ദേഹത്തെ കാത്തിരുന്നു. അപ്പോൾ പറഞ്ഞു, അദ്ദേഹം മുകളിലാണ്, അങ്ങോട്ട് പോയി കണ്ടോളൂ എന്ന്. ഒപ്പം വന്ന സ്ത്രീ മുകളിലേക്ക് വന്നില്ല. അന്ന് താൻ വളരെ ചെറുപ്പമായിരുന്നു. മുകളിൽ പോയപ്പോൾ ആരെയും കണ്ടില്ല. അപ്പോൾ തന്നെ അയാൾ മുറിക്ക് അകത്തേക്ക് വിളിച്ചു. ഇദ്ദേഹത്തിൻ്റെ കൂടെ നേരത്തെ താൻ ഒരു സിനിമ ചെയ്തിട്ടുള്ളതാണ്. മലയാളം സിനിമ ആയിരുന്നു. പരിചയമുള്ള ആളായതുകൊണ്ട് താൻ മുറിക്കകത്തേക്ക് പോയി. മുറിയിൽ വെച്ച് അയാൾ തന്നോട് മോശമായി പെരുമാറി. മുറിക്ക് അകത്തേക്ക് പോയതുപോലെയല്ല താൻ തിരികെ വന്നത്. എന്താണ് നടന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. താനാണോ തെറ്റ് ചെയ്തത്, അതോ അയാളാണോ? ഞാൻ അവസരം കൊടുത്തതാണോ എന്നൊക്കെയുള്ള ആശയക്കുഴപ്പത്തിൽ ആയിരുന്നു. താഴെ വന്ന് ഒപ്പം വന്ന സ്ത്രീയോട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിച്ചു, എന്തു പറ്റി, ആകെ വിഷമിച്ചിരിക്കുന്നു എന്ന്. അമ്മയോട് എന്ത് പറയണം എന്ന് തനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഇത്രനാൾ ഒരു ബോഡി ഗാർഡിനെ പോലെ തന്നെ സംരക്ഷിച്ചിരുന്നത് അമ്മയായിരുന്നു. അമ്മയോട് എങ്ങനെ പറയും തനിക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന്? പക്ഷേ പറയാതെ വേറെ വഴിയില്ലായിരുന്നു. അമ്മയോട് ഞാൻ കാര്യം പറഞ്ഞു. അമ്മയ്ക്ക് സഹിക്കാനായില്ല, തകർന്നുപോയി. അമ്മ കുറെ കരഞ്ഞു. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു കരഞ്ഞു. അമ്മയെ താൻ വേദനിപ്പിച്ചു എന്നായിരുന്നു തൻ്റെ തോന്നൽ. അങ്ങനെ അന്നു രാത്രി ഞാൻ ഉറക്ക ഗുളിക എടുത്തു കഴിച്ചു. ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. അതിനുശേഷം അമ്മ പറഞ്ഞു, ഇത് നിന്റെ തെറ്റല്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, അത് ഇയാളുടെ തെറ്റാണ് എന്ന്. അയാൾ നിന്റെ അച്ഛൻ്റെ പ്രായമുള്ള ആളായിരുന്നു. അതൊരു വലിയ പാഠമായിരുന്നു. ആ സംഭവം തന്നെ കരുത്തയാക്കി. അതിനുശേഷം അമ്മയുടെ തുണ ഇല്ലാതെ തന്നെ പതുക്കെ പതുക്കെ ഷൂട്ടിങ്ങിനൊക്കെ പോയി തുടങ്ങി. എന്തു വന്നാലും നേരിടും എന്നൊരു ധൈര്യം കിട്ടിയത് അതിനുശേഷമാണ് എന്നും അശ്വിനി നമ്പ്യാർ പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.